എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പുതുതായി ചാനൽ തുടങ്ങിയ ആളുകൾ അറിയാതെ ചെയ്തു പോകുന്ന ചില അബദ്ധങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് നമ്മിൽ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് പല ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ടത് പണം തന്നെയാണ്. അങ്ങനെ യൂട്യൂബ് വഴി പണം സമ്പാദിക്കാനായി ഒരു ചാനലിന് തുടക്കം കുറിക്കുകയും അത് മോണിറ്റൈസ്ഡ് ആകുന്നതും കാത്തിരിക്കുന്ന ആളുകളോടാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ആദ്യഘട്ടത്തിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കുറവായിരിക്കും. എന്നാലും നമ്മൾ ചറപറ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കും. മെല്ലെ മെല്ലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നത് നമ്മൾ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും നോക്കിയിരിക്കും. പലപ്പോഴും ലോങ് വീഡിയോയേക്കാൾ ഷോർട്ട്സിനായിരിക്കും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയും. വളരെ വലിയ വീഡിയോകൾ ചെയ്യാനുള്ള കണ്ടന്റുകൾ ഒന്നും നമ്മുടെ മനസ്സിൽ ആ സമയം തോന്നണമെന്നില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ ഷോർട്സുകൾ ഇട്ടുകൊണ്ട് ആത്മസംതൃപ്തിയടയും. അങ്ങനെ പലവിധത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി റിഫ്രഷ് അടിച്ചു സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് നോക്കിയിരിക്കും. ഒപ്പം ഏണിങ്സ് ആകാനായോ എന്നും നോക്കി ഗ്രാഫ് മുകളിലോട്ടും താഴോട്ടും പോകുന്നത് നോക്കിയിരിക്കും. ഗ്രാഫ് മുകളിലോട്ടാണെങ്കിൽ സന്തോഷവും താഴോട്ടാണെങ്കിൽ സങ്കടവും പതിവാണ്. ആ സമയം നമ്മൾ കൂടുതൽ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കും. എന്നാൽ ഈ സമയത്താണ് വിഷയത്തിൽ പറഞ്ഞ പോലെ നമ്മൾ അറിയാതെ പല അബദ്ധങ്ങളും ചെയ്തു വെക്കുന്നത്. പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കൂടാനുള്ള കുറുക്കുവിദ്യകൾ നമ്മൾ പരീക്ഷിക്കും. 1. ഷോർട്സുകൾ ഇടുമ്പോൾ പലപ്പോഴും അതിന്റെ സെറ്റിംഗ്സുകൾ നോക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. അതിന് കൃത്യമായ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഹാഷ്ടാഗും കൊടുക്കുക. ഇതിന് നിങ്ങൾക്ക് ChatGPTയെ ആശ്രയിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ നിലവിലുള്ളതിലും കൂടുതൽ വ്യൂവേഴ്സ് കൂടുന്നത് നിങ്ങൾക്ക് കാണാകും. രണ്ടാമത്തേത്, വീഡിയോകൾ ധൃതി പിടിച്ച് പബ്ലിക്കിലേക്ക് പോസ്റ്റ് ചെയ്യാതെ എല്ലാം സെറ്റ് ആക്കിയിട്ടു ആദ്യത്തെ 1-2 മണിക്കൂർ അത് പ്രൈവറ്റ് ആക്കി വെക്കുകയോ ഷെഡ്യൂൾ ചെയ്തു വെക്കുകയോ ചെയ്യുക. കാരണം നമ്മുടെ വീഡിയോ യൂട്യൂബിന് അനലൈസ് ചെയ്യാൻ സമയം കൊടുക്കേണ്ടതുണ്ട്. എങ്കിലേ അത് ഏത് തരം ആളുകളിലേക്ക് എത്തിക്കണമെന്ന് യൂട്യൂബിന് തീരുമാനിക്കാൻ സാധിക്കൂ. അതുവഴി നമുക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ ലഭിച്ചേക്കാം. അതുപോലെ നമ്മൾ ഇടുന്ന വീഡിയോ കോപ്പിറൈറ്റ് ഉള്ളതാണോ എന്ന് അറിയാനും ഈ സമയം കൊണ്ട് നമുക്ക് സാധിക്കും. മൂന്നാമത്തെ കാര്യം, പലരും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അബദ്ധമാണ്. അതായത് മറ്റുള്ളവരുടെ വീഡിയോ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അതേപോലെ പോസ്റ്റ് ചെയ്യുക എന്നത്. അത് നമ്മുടെ ചാനൽ മോഹവും യൂട്യൂബിൽ നിന്നും പണം സമ്പാദിക്കാമെന്ന മോഹവും കെടുത്തിക്കളയും. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക് അത്തരം വീഡിയോകൾ കട്ട് ചെയ്ത് ഇടയിൽ മീമികൾ കയറ്റി ശബ്ദം നൽകി പൂർണ്ണമായും നമ്മുടെ വീഡിയോ ആക്കി മാറ്റുക. എന്നിട്ട് പോസ്റ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നിങ്ങളുടെ ചാനലിനെ ബാധിച്ചേക്കാം. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ബാധിച്ചാൽ അതോടെ ലൈക്കും വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും തീരെ കുറയുന്നത് കാരണം നമ്മൾ മാനസികമായി തളരും. അത് ഒഴിവാക്കാൻ കോപ്പിറൈറ്റിനെ പ്രത്യേകം സൂക്ഷിക്കുക. ഒരു നേരത്തെ അശ്രദ്ധ നമ്മൾ പടുത്തുയർത്തിയത് ഒരു നിമിഷം കൊണ്ട് തരിപ്പണമാകും എന്നോർക്കുക. ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ചാനലിനെ നന്നായി വളർത്തിയെടുക്കാൻ സാധിക്കും. എല്ലാ പുതിയ യൂട്യൂബേഴ്സിനും ഭാവുകങ്ങൾ നേരുന്നു. ഒപ്പം വിജയാശംസകളും.